മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിൽ കെട്ടിവലിച്ച കേസിൽ 2 പേർ പിടിയിൽ. കണിയാമ്പറ്റ സ്വദേശികളായ ഹർഷിദ്, അഭിരാം എന്നിവരെ ബസ്സിലാണ് വെച്ചാണ് പിടികൂടിയത്. മറ്റു 2 പേർ ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ടി അനീസ് അലി വയനാട്ടിൽ നിന്ന്. അനീസ് അലി, പിടിയിലായവരാരൊക്കെയാണ്? നിഷാദ്, വയനാട് കാണിയാമ്പറ്റ സ്വദേശികളായ അർഷിദ്, അഭിരാം എന്നീ 2 പേരാണ് പിടിയിലായിട്ടുള്ളത്. ഇതിൽ മുഹമ്മദ് അർഷിദാണ് 1-ാം പ്രതി എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി 2 പേരെ കൂടിയാണ് പിടികൂടാനുള്ളത്. അവർ വൈകാതെ പിടിയിലാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഈ ഒരു വിവാദമായ സംഭവത്തിൽ വളരെ വേഗത്തിൽ പോലീസിന്റെ നടപടികൾ ഉണ്ടായിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്താനും അവരുടെ കാർ കസ്റ്റഡിയിലെടുക്കാനും പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് ഈ കാർ കണ്ടെത്തുകയും കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പ്രതികൾക്കായുള്ള ഊർജിതമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ 2 പേരെയും പിടിയിലായത്. ഇവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിലായിരുന്നു. അതിനിടെ ബസ്സിൽ വെച്ചാണ് ഇവരെ പോലീസിന് പിടികൂടാനായത്. വൈകാതെ തന്നെ ബാക്കി 2 പേരെ കൂടി പിടികൂടാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കടുത്ത പ്രതിഷേധം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. മാനന്തവാടിയിൽ ഇപ്പോൾ അല്പസമയത്തിനകം മന്ത്രിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ മാനന്തവാടിയിൽ തന്നെയാണ് ആദിവാസികൾക്ക് നേരെ ഈ ക്രൂരമായ നടപടികൾ ഉണ്ടാകുന്നത് എന്നാണ് പ്രതിഷേധക്കാർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സംഭവം മാത്രമല്ല, ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യം കൂടി പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇവർക്ക് ഇന്നലെ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ആദിവാസി വയോധികയുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് എത്തിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ആംബുലൻസ് വിട്ടുകൊടുക്കാത്തതാണ് അതിന് കാരണമായത്. ഈ കാരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആദിവാസികൾക്ക് ആദിവാസി വകുപ്പിൽ നിന്നുള്ള ഒരു സംരക്ഷണവും ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ വകുപ്പ് മന്ത്രിയിൽ നിന്ന് അനുകൂല സമീപനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ ആദിവാസികൾ നിരന്തരം അവഹേളനത്തിനും പീഡനത്തിനും ഇരയാകുന്നു എന്നെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും അതിനിടയിലാണ് പ്രതികളെ 2 പേരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ നടപടിയാണ്. വൈകാതെ തന്നെ ബാക്കി 2 പേരെ കൂടി പിടികൂടും എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വധശ്രമത്തിന് ആദ്യം തന്നെ കേസെടുത്തിരുന്നു. ഈ മാതൻ എന്ന് പറയുന്ന ആദിവാസി യുവാവ് ക്രൂരമായ പീഡനത്തിനാണ് ഇരയായിരുന്നത്. അദ്ദേഹത്തിന്റെ കൈകാലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നു, അതുപോലെ തന്നെ നട്ടെല്ലിന് പരിക്കുണ്ടായിരുന്നു. ക്രൂരമായ പീഡനത്തിനെ തുടർന്ന് അദ്ദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തെ ഇന്ന് രാവിലെ മന്ത്രി ഒ ആർ കേളു അദ്ദേഹത്തെ സന്ദർശിക്കുകയും സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ ആദിവാസി യുവാവിനെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ 2 പേർ പിടിയിലായിരിക്കുന്നു.